വെൽക്കം ബാക്ക് ടു യമാസ് ക്യൂസിൻ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പച്ചടി. ഇന്ന് നമുക്ക് ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പച്ചടിയിലേക്കുള്ള അരപ്പാണ് ആദ്യം തയ്യാറാക്കുന്നത്. 1 കപ്പ് നാളികേരത്തിലേക്ക് 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 1/4 ടീസ്പൂൺ കടുക്. ഈ ചേരുവകളെല്ലാം വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റിവെച്ച് ബീട്രൂട്ട് വേവിച്ചെടുക്കാം. പച്ചടി ഉണ്ടാക്കാനായി ഇവിടെ 250 ഗ്രാം ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കിത് ചെറിയ കഷ്ണമായോ ക്യൂബ്സായോ നീളത്തിലോ അരിഞ്ഞെടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് ബീട്രൂട്ട് 8 മിനിറ്റ് വേവിക്കാൻ വയ്ക്കുക. ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ചെറുതീയിൽ 1 മിനിറ്റോളം വേവിക്കുക. അതിനുശേഷം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന 1 കപ്പ് തൈര് ഇതിലേക്ക് ചേർക്കാം. തൈര് ഒഴിച്ച് നന്നായി ഇളക്കി തീ ഓഫ് ചെയ്യുക. തൈര് ഒഴിച്ചതിന് ശേഷം കറി അധികം നേരം ചൂടാക്കാൻ പാടില്ല. തൈര് ചേർത്തതിന് ശേഷം വീണ്ടും രുചിച്ചു നോക്കി ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അത് ചേർക്കാം. പച്ചടി കാച്ചുന്നതിനായി എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും വേപ്പിലയും ചേർക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കറി മൂടി വയ്ക്കുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാർ. വളരെ എളുപ്പത്തിൽ പാചകം ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ് ബീട്രൂട്ട് പച്ചടി. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.